100% കോട്ടൺ ആണോ എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റേ ഫ്രീ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഇറിറ്റേഷനും കാര്യങ്ങളും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ കാർമസിയുടെ ഒരു യൂസർ റിവ്യൂ, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഏകദേശം 2 വർഷത്തിന് മേളിലായി, ഒരു 2 വർഷത്തിന് മേളിലായി ഞാൻ ഇപ്പൊ കാർമസിയുടെ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്. ഹലോ, അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളിൽ കുറച്ചധികം പേരെങ്കിലും കണ്ടിട്ടുണ്ടാകണം. കാര്യം ഇതിൽ ഞാൻ ഒത്തിരി എനിക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു റീലാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാർമസിയുടെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയ ടൈമിൽ ഞാൻ എടുത്ത ഒരു റിവ്യൂ ആണ്. അതെനിക്കൊന്നു എടുത്ത് ജസ്റ്റ് ഒന്ന് യൂസ് ഒരു വട്ടോ ഒരു പീരീഡ്സിന്റെ ആ ഒരു ടൈമിൽ എന്തോ യൂസ് ചെയ്തിട്ടിട്ട് ഞാൻ റിവ്യൂ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായി ഞാൻ ഒരു സാനിറ്ററി പാഡ് അല്ലെ കാർമസിയുടെ ആ ഒരു പാഡ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് മുകളിലായി. സോ അതിൻ്റെ ഒരു എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ എവിടെ തിരിഞ്ഞാലും സാനിറ്ററി പാഡിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ കാർമസി, എവിടെ നോക്കിയാലും കാർമസി തന്നെയാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, ഇത് എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് ഈ കാർമസിയുടെ പാഡ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒത്തിരിയധികം വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയതും. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ വരെ സ്റ്റേ ഫ്രീയുടെ ബ്ലൂ കളർ പാഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ആ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ എനിക്കൊരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ സ്റ്റേ ഫ്രീയിൽ നിന്നും മാറിയിട്ട് കാർമസിയിലോട്ട് ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് അതവിടെ ഇരിക്കുന്നു, അല്ലെ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റില്ല കാർമസിയുടെ ഒരു പാഡ് യൂസ് ചെയ്യുമ്പോൾ. ശരിക്കും ഒരു 1 ടൈം യൂസിൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാകും. കാർമസിയുടെ ആ ഒരു പാഡും സ്റ്റേ ഫ്രീയും യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഒരു 1 ടൈമിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിഫറൻസ് എന്താന്ന്. ഇപ്പോൾ എനിക്ക് സ്റ്റേ ഫ്രീ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിങ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഇറിറ്റേഷൻ, സ്മെൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രായമായി കല്യാണം കഴിയുന്ന ആ ഒരു ഏജ് വരെയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേ ഫ്രീയാ. അതിൽ നിന്നും ഞാൻ കാർമസിയിലോട്ട് മാറിയപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. കാണുന്നുണ്ടോ? ഈ ഒരു കാർമസിയുടെ ഓരോ പാഡിലും ഓരോ ഡിസ്പോസിബിൾ കവർ ഉണ്ടായിരിക്കും. അതാണ് ഇതിലെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാര്യം ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ്. അതായത് ഇപ്പോൾ മെയിനായിട്ടും കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ കവർ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. കാര്യം ചിലപ്പോൾ സ്കൂളുകളിൽ ചിലപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ലാത്ത സ്കൂളുകൾ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂളിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാനിറ്ററി, ഇൻ കേസ് ഉണ്ടെങ്കിൽ കൂടിയും കേട്ടോ, ഈ ഒരു സാനിറ്ററി പാഡിൽ ഈ ഒരു ഡിസ്പോസിബിൾ കവർ ഉള്ളിടത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇടുക, ബാഗിൽ വെക്കുകയോ, അതല്ല എങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാണും, അപ്പോൾ അവിടോട്ട് ഇടുകയാണ് ചെയ്യാം. എന്തുകൊണ്ടും ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പിന്നെ കോളേജിൽ പഠിക്കുന്നവർക്കാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഓഫീസസിൽ പോകുന്നവർക്കാണെങ്കിലും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പൊതുവേ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഒരു കവറിലായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് തിരിച്ചു കൊണ്ടുവരിക, വീട്ടിൽ വന്നിട്ടായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. കാര്യം നമുക്കിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ ഇത് ഭയങ്കര കൺവീനിയൻ്റ്. പിന്നെ ആദ്യം വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് കോട്ടൺ പ്രോഡക്റ്റ് ആണോ, അതായത് 100% കോട്ടൺ ആണോ എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് 100% കോട്ടൺ അല്ല. ഓക്കെ, കോട്ടൺ പ്രോഡക്ട്സ്, അതായത് സ്റ്റേ ഫ്രീയുടെ തന്നെ 100% കോട്ടൺ ആയിട്ടുള്ള 1-2 പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ കാർമസിയുടെ പ്രോഡക്റ്റ് 100% കോട്ടൺ അല്ല. പക്ഷേ ഇതിന്റെ ലെയർ വന്നിട്ട് കോട്ടൺ ടച്ചുള്ള ഒരു ലെയർ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇതെന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ആണ് ഫുള്ള്.
അതായത് ഈ ഒരു കാർമസിയുടെ ടോപ്പ് ലെയർ, പിന്നെ അതുപോലെ കോർ, ദെൻ ബോട്ടം ലെയർ, ഈ മൂന്ന് ലെയറിലും നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് എക്കോ ഫ്രണ്ട്ലി ഭയങ്കരമായ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാഡ് എന്ന് പറയുന്നത് 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ എൻവയോൺമെന്റിനോ നമ്മുടെ ഹെൽത്തിനോ യാതൊരു രീതിയിലുള്ള ഡാമേജും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഡാമേജും തരാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാർമസിയുടെ സാനിറ്ററി പാഡ്സ്. ഇതിൽ പറയുന്നുണ്ട് കോൺ ഫൈബർ ആൻഡ് ബാംബു ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നതെന്ന്. ഞാൻ കുറച്ചധികം റിസർച്ച് ചെയ്തു, അതിനകത്ത് പറയുന്നതെല്ലാം ശരിയാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ തോന്നും ഇത് ഭയങ്കര കംഫർട്ടബിൾ കൺവീനിയൻ്റാ എന്ന് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. എനിക്ക് സ്റ്റേ ഫ്രീ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും എനിക്ക് കാർമസിയുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ബെസ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്, ബട്ട് എനിക്കിത് പെർഫെക്റ്റാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇറിറ്റേഷൻ ഒന്നും തരാത്ത സെൻസിറ്റീവ് സ്കിന്നിന് മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പാഡാണ് വേണ്ടത് എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാർമസി തന്നെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും ലൈഫിൽ യൂസ് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, പക്ഷേങ്കിൽ ഈ സ്റ്റേ ഫ്രീയിലൊക്കെ യൂസ് ചെയ്യുന്ന കണക്കത്തെ നോർമൽ പ്ലാസ്റ്റിക് അല്ല, ബയോ പ്ലാസ്റ്റിക് എന്നാണ് ഇതിനെ പറയുന്നത്. അതും ഭയങ്കരമായ ഡാമേജ്, അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഓർഗാനിക് കോട്ടൺ ഫീൽ തരുന്ന ഒന്നാണ്. അതിന്റെ കോർ ലെയർ എന്ന് പറയുന്നത് ബാംബു ഫൈബർ അല്ലെങ്കിൽ അതർ പ്ലാന്റ് ഫൈബേഴ്സ് വെച്ചിട്ടുള്ളതാണ് കോർ ലെയർ എന്ന് പറയുന്നത്. ദെൻ അവസാനത്തെ എൻഡിലെ ബാക്ക് ഷീറ്റ് എന്ന് പറയുന്നത് കമ്പോസ്റ്റബിൾ ബയോ പ്ലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആണ്. മറ്റുള്ള പാഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ ഹെൽത്തോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആണല്ലോ ശരിക്കും നോക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ പൈസ നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കുഞ്ഞിലെ എന്ന് പറയുന്നത് നമ്മളെ അമ്മമാർ പൈസ നോക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം, ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബോഡിക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലും പർപ്പിൾ, നൈക്ക, അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ഇപ്പോൾ എമൗണ്ട് എങ്ങാനും മാറിയോ, പ്രൈസ് റേഞ്ച് മാറിയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എല്ലാ വെബ്സൈറ്റിൽ പോലും ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമസി ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലും സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കാർമസിയുടെ പീരീഡ് പാൻറ്റീസ് ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു പാഡ് അതിനകത്തില്ല. അതായത് നമ്മുടെ കാർമസിയുടെ വെബ്സൈറ്റിലും ആ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. ആമസോണിലോ പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഒന്നിലും അവൈലബിൾ അല്ല. ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും പീരീഡ് പാൻറ്റീസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. കൂടുതൽ പേരും കംഫർട്ടബിൾ, ചിലപ്പോൾ ഇപ്പോഴും സാനിറ്ററി പാഡിലായിരിക്കും. എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് വെബ്സൈറ്റിലെങ്കിലും കാണണമല്ലോ, പക്ഷെ വെബ്സൈറ്റിൽ ഇല്ല. പക്ഷേ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ വേറൊരു വേരിയൻ്റ്, അതും ഞാൻ ഇവിടെ കാണിക്കാം. ഒരു ഒരു ബ്ലൂ കളർ ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ലാർജ് മുതൽ XXL വരെ എന്തോ അവൈലബിൾ ആയി ഈ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് വന്നിട്ട്. അത്യാവശ്യം നല്ല വലിപ്പം, നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഒരു 30 എണ്ണത്തിന് 400 സംതിങ് എന്തോ ആണ്, 413 എന്തോ ആണ് ഞാൻ വാങ്ങിയ ടൈമിൽ. പിന്നെ മറ്റൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈസ് ഒത്തിരി കൂടുതലാണ്. രണ്ടാമത്തത് ഇത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയ ടൈമിൽ എനിക്കൊന്ന് ആമസോണിൽ 413 പർപ്പിളിൽ 389 അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും രണ്ടിലും അവൈലബിൾ അല്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഒത്തിരിയധികം പേര് ഞാൻ ആ ഷോർട്സ് ഇട്ട ടൈമിൽ അവരൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് തരുമെന്ന്. പക്ഷേ ഇപ്പോൾ ലിങ്ക് ശരിക്കും അവൈലബിൾ അല്ല.
എങ്കിലും ഞാൻ അത് സ്റ്റോക്ക് ആവുമ്പോഴേക്കും ഞാൻ എന്തായാലും ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ കാണുമ്പോൾ. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർമസിയുടെ സാനിറ്ററി പേഡിൽ കംഫർട്ടബിളാണ്. പക്ഷേ ഇപ്പോൾ പീരീഡ്സ് ടൈമിൽ എനിക്ക് ആ ഒരു സാധനം കിട്ടാത്തത് കൊണ്ട്, ഞാൻ നോർമലി നേരത്തെ വാങ്ങി വെക്കാറാണ് പതിവ്, പക്ഷേ ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ വേറൊരു ബ്രാൻഡിൻ്റേത് വാങ്ങി വെച്ചേക്കുവാണ്. NUAയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി. കാര്യം മറ്റേത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ കറൻ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ബ്രാൻഡാണ് NUAയുടെ. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ 100% കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങനെയും പ്രോഡക്ട്സ് അവൈലബിളാണ്. അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസോ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തൂ. ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അതല്ല എങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്ത് എന്തായാലും നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബായ്.